വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലും പ്രതിഫലിച്ചു. പദ്ധതി ഇടതു സർക്കാരിന്റെ കുഞ്ഞാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ അവകാശപ്പെട്ടു. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ എം. വിൻസെന്റ് എം.എൽ.എ. വേദിയിൽ അതൃപ്തി അറിയിച്ചു. തുറമുഖത്തിന്റെ ചരിത്രം മായ്ക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവിനെ ചൊല്ലിയുള്ള അവകാശവാദം ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലും നിഴലിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾ തള്ളി വിഴിഞ്ഞം ഇടത് സർക്കാരിന്റെ കുഞ്ഞെന്ന മന്ത്രി വി.എൻ. വാസവൻ. ഈ ഗവൺമെന്റ് സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനത്തോടെ സമയുക്തതയോടെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് എന്നതേറെ അഭിമാനത്തോടെ പറയുകയാണ്. ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. തുറമുഖത്തിന്റെ നിർണായക ഘട്ടങ്ങൾ പൂർത്തിയായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെന്ന വേദിയിൽ എം. വിൻസെന്റ് എം.എൽ.എ. ഇത് ഗവൺമെന്റുകളുടെ തുടർച്ചയാണ്. ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ പേരെഴുതി കഴിഞ്ഞുവെന്ന ചാണ്ടി ഉമ്മൻ. ആരെങ്കിലും കോൺട്രിബ്യൂഷൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ അതിനെ ചരിത്ര നിഷേധം നടത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ സാധിക്കത്തില്ല. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന മുൻമന്ത്രി കെ. ബാബുവും യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടിയുടെ വിഷനെന്ന എം. ഹസനും പറഞ്ഞു. അതേസമയം അന്നും ഇന്നും ഉമ്മൻചാണ്ടി ശരിയായിരുന്നുവെന്നും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ സന്തോഷവും സങ്കടവും ഉണ്ടെന്നുമായിരുന്നു മറിയാമ്മ ഉമ്മന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളും ആത്മസമർപ്പണങ്ങളും ഓർക്കാതെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് സ്പീക്കർ A.N. ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു. വിഷയം വിവാദമാക്കേണ്ട എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം.